പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഇപ്പോൾ ഞങ്ങൾ ജോലി ചെയ്താൽ തന്നെ സാലറി വളരെ കുറവാണ്. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള യുവജനങ്ങളെല്ലാം പുറത്തേക്ക് പോവാം. ഇന്ന് അച്ഛൻ പറയുണ്ടായി, ഇന്നത്തെ കണക്കനുസരിച്ച് 85% യുവജനങ്ങൾക്ക് ജോലിയില്ലാന്ന്. അപ്പം അതിനുവേണ്ടി സാറിന് എന്ത് ചെയ്യാൻ സാർ? ഇവിടെ അതിന് പറ്റിയ ഒരു ഇക്കോ സിസ്റ്റം വേണം. ആരാണിത് ഇതിന്ന് മുൻകൈ എടുക്കുന്നത്? ഇപ്പോൾ നമ്മുടെ എം പിമാർ എന്താ ചെയ്യുന്നത്? എം പി ലാഡെന്ന് പറഞ്ഞിട്ട് 5 കോടി രൂപയുടെ ഒരു ഫണ്ടുണ്ട്. ആ ഫണ്ട് വിതരണം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. എന്തിനാണ്? രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യയിലേക്കകത്തും ഇന്റർനാഷണലിയും ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാൾക്ക് എത്ര പ്രോജക്ട്സ് ഇവിടെ കൊണ്ടുവരാം? ഒരു 100 പേർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾ കാണിക്കാൻ പറ്റും? നമ്മളൊരു എം പി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്ക് എന്താണ് ഇവിടെ, അടയാളം എന്താണ് ഇവിടെ? ഒരു 200 പേർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു സംരംഭം ആരംഭിച്ചു. ഒരു വലിയ ടൂറിസം പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ